നിങ്ങൾക്ക് കാണാമല്ലോ, നിങ്ങളിനി അനുഭവിക്കാൻ പോകില്ല, എന്നൊക്കെ അറിയാമല്ലോ, അറിയാൻ പറ്റുമല്ലോ. അദ്ദേഹത്തിനും പാർട്ടിക്കാർക്കും അവകാശപ്പെട്ട, ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കും അവകാശപ്പെട്ടതല്ല. പ്രത്യേകിച്ച് അനീഷിലേക്ക് ഇവിടുത്തെ പാർട്ടി ഘടകങ്ങളില്ലേ, അവർക്ക് അവകാശപ്പെട്ടതാണ്. അവരാണ് ഈ കഴിഞ്ഞ 5 കൊല്ലവും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രയത്നിച്ചത്. തീർച്ചയായിട്ടും സുരേഷ്, കാരണം ഈ വിജയത്തിന് ആധാരം ബി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെയായിരുന്നു. ഇവിടുത്തെ സംഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിച്ചിരുന്നവർ. എങ്ങനെയായിരുന്നു ആ ഒരു ഇത്രയധികം ഭൂരിപക്ഷം പ്രതീക്ഷ? ഞാൻ 75,000 തൊട്ട് 1.25 ലക്ഷം വരെ പറഞ്ഞിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. കഴിഞ്ഞ 20 ദിവസമായിട്ട് ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിഞ്ഞതിൻ്റെ അന്ന് തൊട്ട് പറയുന്നത്. സുഭാഷേട്ടനാണ് ചേട്ടന്റെ എന്താ പറയാ, ഞാൻ 1.25 വരെ പ്രതീക്ഷിച്ച. 75 തൊട്ട് 1.25 ഞാൻ കറക്റ്റ് പറഞ്ഞു. അത് 75 വന്നു. പ്രവചനങ്ങൾ സുഭാഷേട്ടന്റെ സത്യമായി അല്ലേ? അല്ലെ ആരെങ്കിലും ഒരാളല്ലാന്ന് പറയട്ടെ, ഞാൻ എല്ലാവരും പറഞ്ഞുകൊണ്ട് കിടന്നതാണ്. ഒരു മാസ വിജയം ജനങ്ങളുടെ വിജയമാണ് കേട്ടോ. കുടുംബക്കാർക്ക് അഭിമാനിക്കാനേ പറ്റൂ. പക്ഷെ തൃശ്ശൂരുകാരാണ് നേടിയത്. വീട്ടുകാരെക്കാട്ടി കൂടുതൽ നേടിയത് തൃശ്ശൂരുകാരാണ്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങളാണ് നേടിയത്. പറയുന്നതല്ല, പക്ഷെ പുള്ളി അങ്ങനെ, പുള്ളിയുടെ സ്വഭാവം അങ്ങനെ. പുള്ളി എല്ലാം തരും, എല്ലാം ഇട്ട് തരും. കേരളത്തിലെ ആദ്യത്തെ BJP സീറ്റ്. അപ്പൊ അത് സഹോദരനാകുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്? സഹോദരനായിട്ട് പ്രത്യേക സന്തോഷം കൂടുതലല്ലേ. ഞങ്ങള് വേറെ 3 സഹോദരങ്ങളുണ്ട്. ഒരു സഹോദരൻ വന്നിട്ടുണ്ട്, അതാ വേറൊരു സഹോദരൻ. ഒരു സഹോദരനില്ല, ഒരു സഹോദരൻ അമേരിക്കയിലാണ്. ചേട്ടാ വ്യക്തിപരമായിട്ടാണ് കൂടുതൽ വോട്ട് കിട്ടിയെന്ന് തോന്നുന്നില്ലേ? എന്തോ പാർട്ടിയേക്കാളും കൂടുതൽ വ്യക്തിപരമായിട്ടാണ് കിട്ടിയ വോട്ടുകൾ കൂടുതലെന്ന് തോന്നുന്നു. വ്യക്തികളുടെ വോട്ടാണ്. വ്യക്തിത്വം, ആളുടെ വ്യക്തിത്വം നോക്കി തന്നെയാണ് വോട്ട് കിട്ടിയേക്കുന്നത്. അല്ല BJP അനുഭാവികളുടെ മാത്രം വോട്ട് കൊണ്ടല്ല, എല്ലാ വിഭാഗം ആൾക്കാരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭൂരിപക്ഷം കിട്ടുമോ? ഈ ഒരു മാറ്റം അടുത്ത 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു തരംഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട് മറ്റു ജില്ലകളിൽ? നിങ്ങൾക്ക് കാണാമല്ലോ, നിങ്ങളിനി അനുഭവിക്കാൻ പോകില്ല, എന്നൊക്കെ അറിയാമല്ലോ, അറിയാൻ പറ്റുമല്ലോ. സന്തോഷം, ഒരു ഗംഭീര വിജയം. കൂടുതൽ ഭൂരിപക്ഷം 74 മേളിലില്ലേ? പിന്നെ ഇതിൽ കൂടുതൽ എന്താ? തൃശ്ശൂരുകാർ ഭയങ്കര സന്തോഷം വിജയത്തിൽ. ഇങ്ങനെ ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്നു, അങ്ങനത്തെ ഒരു പേര്, ആ ഹിസ്റ്ററി വെല്ലിച്ചെന്നെ ക്രിയേറ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. വാക്കുകളില്ല. 3 ദിവസത്തിന് മുമ്പ് എന്താ പറഞ്ഞ് അക്കൗണ്ട് തുറക്കില്ല അല്ലേ? തുറന്നു, അക്കൗണ്ട് തുറന്നു. 3 ദിവസം മുന്നേ വളരെ മോശമായി പറഞ്ഞിരുന്നു, അക്കൗണ്ട് തുറക്കില്ല, താമര വിധിയില്ല. മോഡി 3 തവണ വന്നു, മോഡി വന്നു, അക്കൗണ്ട് തുറന്നു. സന്തോഷം. ഈ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? എന്തോ വിജയം, ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ. ഞങ്ങൾക്ക് ബ്രത്ത് കിട്ടിയിട്ടില്ല, ശ്വാസം എപ്പോഴും കറക്റ്റായിട്ടില്ല. ഇത്രയും ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷയാണ്, ഇതിൻ്റെ മേളിൽ പ്രതീക്ഷയാണ്. തൃശ്ശൂരിലെ ജനങ്ങൾ സുഭാഷേട്ടൻ പറഞ്ഞു 1.25 പ്രതീക്ഷിച്ചിരുന്നു.